ലോട്ടറി ക്ഷേമനിധി ബോർഡിൽ നിന്നും ജീവനക്കാരൻ പണം തട്ടിയ സംഭവത്തിൽ പരിശോധന ആരംഭിച്ച് സെക്രട്ടേറിയറ്റിലെ ധനകാര്യ പരിശോധനാ വിഭാഗം. സംഗീത് ബോർഡിന്റെ ചെക്കുകൾ ഉപയോഗിച്ച് പണം പിൻവലിച്ചതായും സംശയം. ഇതുവരെ കണ്ടെത്തിയത് 78 ലക്ഷം രൂപയുടെ തട്ടിപ്പാണ്. ലോട്ടറി ക്ഷേമനിധി ബോർഡിൽ ജീവനക്കാർ നടത്തിയ വൻ സാമ്പത്തിക തട്ടിപ്പ് പുറത്തു വന്നതിന് പിന്നാലെയാണ് വിഷയത്തിൽ ധനകാര്യ പരിശോധനാ വിഭാഗം പരിശോധന ആരംഭിച്ചത്. തട്ടിപ്പ് നടത്തിയ സംഗീത് നിരന്തരം ക്രമക്കേടുകൾ നടത്തുന്നതായും വ്യക്തമായിട്ടുണ്ട്. 2018 മുതൽ 2021 വരെ സംസ്ഥാന ലോട്ടറി ക്ഷേമനിധി ബോർഡിൽ ജീവനക്കാരനായിരിക്കെയാണ് ഇയാൾ 78 ലക്ഷം രൂപ തട്ടിയെടുത്തത്. പിന്നീട് ലോട്ടറി ഡയറക്ടറേറ്റിലേക്ക് മാറ്റിയതിനു ശേഷവും സംഗീത് തട്ടിപ്പ് തുടർന്നെന്നാണ് സംശയം. ക്ഷേമനിധി ബോർഡിന്റെ ചെക്ക് ബുക്ക് ഉപയോഗിച്ച് പണം പിൻവലിച്ചു എന്നാണ് വിജിലൻസ് സംഘത്തിന്റെ വിലയിരുത്തൽ. രേഖകൾ പലതും പൂഴ്ത്തിയതിനാൽ വിശദമായ അന്വേഷണത്തിൽ മാത്രമേ ഇക്കാര്യത്തിൽ വ്യക്തത വരികയുള്ളൂ. തട്ടിപ്പ് പുറത്തു വന്നതോടെ ക്ഷേമനിധി ബോർഡ് പോലീസിൽ പരാതി നൽകിയെങ്കിലും ഇതുവരെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടില്ല. വിജിലൻസ് അന്വേഷണം നടക്കുന്നതിനാലാണ് പോലീസ് കേസെടുക്കാത്തത്. ലോട്ടറി വകുപ്പ് ഡയറക്ടറുടെ വ്യാജമുദ്ര ഉണ്ടാക്കി അനധികൃത അവധിയെടുത്തതിന് 6 മാസം മുമ്പ് സംഗീതിനെ സസ്പെൻഡ് ചെയ്തിരുന്നു. ഇതിൽ പരിശോധന നടക്കുന്നതിനിടെ തെളിവുകൾ സഹിതം ലഭിച്ച പരാതിയിൽ വിജിലൻസ് നടത്തിയ രഹസ്യാന്വേഷണത്തിലാണ് ക്ലർക്കായ സംഗീത് നടത്തിയ ക്രമക്കേട് പുറത്തുവരുന്നത്. ജനം, തിരുവനന്തപുരം.